എന്റെ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരണേ. ഉണ്ട് മാം. ഓക്കെ, എന്റെ സൗണ്ട് ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവർ തോട്ട്സ് ക്രിയേറ്റ്സ് അവർ ഡെസ്റ്റിനി. ഹൗ? നമ്മളുടെ ചിന്തകൾ നമ്മളുടെ വിധിയെ നിശ്ചയിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു എങ്ങനെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ഈ ഒരു ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഒന്ന് ചാറ്റ് ഇതിൽ മെസ്സേജ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. യെസ്, നോ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മുടെ തോട്ട്സ് നമ്മുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? അനുകൂലമാകാം, പ്രതികൂലമാവാം. എന്താണോ നിങ്ങളുടെ ആൻസർ അത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യും, മെസ്സേജ് ഇട്ടേക്കും. യെസ് 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 യെസ്. ഓക്കെ, കുറെ പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. അപ്പൊ എസ് എന്നാണ് കൂടുതൽ പേരും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തോട്ട്സ് നമ്മുടെ ഡെസ്റ്റിനിയെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാരും പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മളുടെ തോട്ട് നമ്മുടെ ഡെസ്റ്റിനിയെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കഥയല്ല, ഇതൊരു ജീവിതത്തിൽ തന്നെ സംഭവിച്ചൊരു കാര്യമാണ്. ഇതെനിക്ക് കിട്ടിയത് ഒരു പുസ്തകത്തിലൂടെയാണ്. ശ്രീ മുതുകാടിന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു സംഭവമാണ്. അത് ഒരു ലൈഫിൽ നടന്നതായിട്ടാണ് അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അന്നേ ആ ഒരു സംഭവം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഈ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമുക്ക് ലാസ്റ്റ് ടൈം എങ്ങനെയാണ് നമ്മളുടെ തോട്ട്സ് നമ്മുടെ ഡെസ്റ്റിനിയെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇതുമായിട്ട് നമുക്കൊന്ന് അസോസിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ആരുടെയോ മൈക്ക് അൺമ്യൂട്ട് ആണ്, പ്ലീസ് മ്യൂട്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ആ ഒരു സംഭവത്തിലേക്ക്, ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്, അതിലേക്ക് കിടക്കാം. ഒരു ഫാമിലി, ഒരു അച്ഛനും അമ്മയും 2 ആൺമക്കളുമാണ് അതിലെ അംഗങ്ങള്. ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു മദ്യപാന ശീലമുള്ള ഒരാളാണ്. അപ്പൊ അയാൾ രാവിലെ ഇങ്ങനെ തന്റെ തൊഴിലിനായിട്ട് പോകും. വൈകുന്നേരം അദ്ദേഹം തിരിച്ചു വരുന്നത് വളരെ മോശകരമായ അവസ്ഥയിലാണ്. വീട്ടില് വന്നു കഴിഞ്ഞാല് ഭയങ്കര ബഹളവും, ഭാര്യയുമായിട്ട് വഴക്ക്, വെച്ചിരിക്കുന്ന ആഹാരം എടുത്തെറിയുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാക്കും. ഇത് രണ്ടും കണ്ടുകൊണ്ട് ആ 2 ആൺകുട്ടികള് വളരെ പേടിച്ച് എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കും. ബഹളം എല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളി എവിടെയെങ്കിലും കിടക്കും. ഇവരുടെ അമ്മ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ 2 സംഭവങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ കുട്ടികൾ വളരുന്നത്. കാലങ്ങൾ കടന്നുപോയി, കുട്ടികൾ മുതിർന്നവരായി. 2 കുട്ടികളും വളർന്ന് അവരുടേതായ ഒരു രീതിയിലൊക്കെ മാറി. അതില് ആദ്യത്തെ കുട്ടി, മൂത്ത ആൺകുട്ടി, അച്ഛനെ പോലെ തന്നെ വളരെ ആ കുടിയും ബഹളവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിട്ട് മാറി. ഇളയ ആൺകുട്ടി ഒരു ഡോക്ടറായിട്ട് മാറി. ഒരേ സാഹചര്യത്തിൽ വളർന്ന 2 വ്യക്തികളാണ്. 2 പേരും 2 ഇടത്താണ് എത്തിച്ചേർന്നത്. അപ്പൊ ഈ 2 പേരെയും ഇദ്ദേഹം ഒരവസരത്തിൽ കാണുകയുണ്ടായി, പ്രത്യേക സാഹചര്യത്തിൽ. ആ സമയത്ത് മൂത്ത ആളിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത്? എന്തുകൊണ്ടാണ് നീ ഇത്രയും കുടിയനായിപ്പോയത്? നിന്റെ ജീവിതം എന്തിനാണ് നീ ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു. അതിന് ആ കുട്ടി കൊടുത്ത, ആ ആൾ കൊടുത്ത മറുപടി എന്ന് പറഞ്ഞത്, എന്റെ അച്ഛൻ ഭയങ്കര കുടിയനായിരുന്നു. എന്നും വീട്ടിൽ വന്ന് വഴക്കും ബഹളവും എന്റെ അമ്മയെ ഉപദ്രവിച്ച് ഞങ്ങൾക്ക് ഒരു ദിവസം പോലും മനസമാധാനത്തോടുകൂടി ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ടും എന്റെ ഹൃദയം വല്ലാതെ നുറുങ്ങിപ്പോയിരുന്നു. അങ്ങനെയാണ് എന്റെ അച്ഛനാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. മറ്റൊരവസരത്തിൽ ഇളയ മകനെ കണ്ടെത്തി. അദ്ദേഹം പ്രശസ്തനായ ഒരു ഡോക്ടറായിരുന്നു. എല്ലാ ആളുകളോടും വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന, എല്ലാവരെയും കെയർ ചെയ്യുന്ന, കൺസിഡർ ചെയ്യുന്ന ഒരാൾ. ഇതേ ചോദ്യം അയാളോടും ചോദിച്ചു, ഡോക്ടറിനോടും ചോദിച്ചു, എങ്ങനെ
ഇങ്ങനെ കുറെ സാഹചര്യങ്ങളിലാണല്ലോ നിങ്ങൾ വളർന്നത്, എന്നിട്ടും എങ്ങനെ നിങ്ങൾക്കൊരു ഡോക്ടറാകാൻ കഴിയും? അദ്ദേഹം കൊടുത്ത മറുപടിയും ഇത് തന്നെയായിരുന്നു. എൻ്റെ അച്ഛനാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം. ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നതിന്റെ കാരണക്കാരൻ എൻ്റെ അച്ഛനും. ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനമില്ലായിരുന്നു, എന്നും വഴക്കായിരുന്നു. എന്നെയും ചേട്ടനെയും കെട്ടിപ്പിടിച്ച അമ്മ കരഞ്ഞുകൊണ്ടാണ് രാത്രികൾ ഉറങ്ങിയിരുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, അന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു, ഇങ്ങനെ ഒരു ആള്, എൻ്റെ അച്ഛനെ പോലെ ഒരാള് ഞാൻ ഒരിക്കലും ആകില്ല. ഒരേ സാഹചര്യത്തിൽ വളർന്ന രണ്ടുപേരും രണ്ട് എക്സ്ട്രീം എൻഡിലാണ് ചെന്ന് നിന്നത്. ഒരാള് തന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന രീതിയിൽ അച്ഛന്റെ അതേ സ്വഭാവം എടുത്തുകൊണ്ട് തന്റെ കുടുംബത്തിനും എല്ലാവർക്കും ഒരു എന്താ പറയാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസരത്തിലേക്ക് പോയപ്പോൾ, അതേ സാഹചര്യത്തിൽ വളർന്ന ആള് അതേ കാരണം കൊണ്ട് തന്നെ സമൂഹത്തിനെ സേവിക്കുന്ന, എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ട് മാറി. അപ്പൊ ഈ ഒരു സംഭവം ഇത് ലൈഫിൽ നടന്നതായിട്ടാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലൊന്ന് വെച്ചേക്ക്. നമുക്ക് അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഈ കഥയിൽ കൂടി ഒന്ന് കടന്നു പോകാം. അപ്പൊ അവർ തോട്ട്സ് ക്രിയേറ്റ്സ് അവർ ഡെസ്റ്റിനി. നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. നമ്മുടെ തോട്ട് ഏതൊക്കെ തരത്തില് സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തുന്നത്, നമ്മുടെ വിധിയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചിന്ത തുടങ്ങുന്നു. ആ ചിന്തയിൽ നിന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുന്നു. അതിൽ നിന്ന് നമുക്കൊരു ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ മനോഭാവത്തിലേക്ക് പോകുന്നിടത്ത് നിന്ന് നമ്മൾ ആക്ഷനിലേക്ക് വരുന്നു. ആ ആക്ഷൻ നമ്മളിലേക്ക് കുറെ ശീലങ്ങളും നമ്മുടെ സംസ്കാരവും നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. അത് നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നു. അവസാനം ആ പേഴ്സണാലിറ്റി നമ്മുടെ ഡെസ്റ്റിനിയും ആകും. അപ്പൊ ഈ ഒരു ക്രമം നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം. നമുക്ക് എപ്പോഴാണെങ്കിലും ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത വരുമ്പോഴും ഇത് എന്നെ എവിടെ കൊണ്ടു ചെന്ന് എത്തിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലൂടെ പറ്റും. തോട്ടിൽ നിന്ന് ഫീലിംഗിൽ നിന്ന് ആറ്റിറ്റ്യൂഡിൽ നിന്ന് ആക്ഷനിൽ നിന്ന് ഹാബിറ്റ് ആൻഡ് സംസ്കാരവും ശീലങ്ങളും, അവിടെ നിന്ന് പേഴ്സണാലിറ്റി, അവിടെ നിന്ന് ഡെസ്റ്റിനി. ഇതിങ്ങനെ ഓരോന്നും എങ്ങനെയാണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത് എന്നതിലേക്കാണ് നമ്മൾ കടന്നത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും എവരി മൊമെന്റ് നമ്മുടെ മൈൻഡ് ഓരോ ചിന്തകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലൂടെ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയം പോലും അനേക ചിന്തകൾ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് മുന്നേ ഉള്ള സ്ലൈഡ് കാണിച്ചു ഇതെങ്ങനെ സംഭവിക്കും, ഇങ്ങനെയായിരുന്നു എങ്കിൽ അത് എന്തായിരിക്കും, ഇതെങ്ങനെയായിരിക്കും ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തോട്ട്സ് നമ്മളിലൂടെ കടന്നു. ഓരോ നിമിഷവും നമ്മളിലൂടെ തോട്ട്സ് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മൈൻഡ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. A series of thoughts give rise to feeling. ആ ചിന്തകള് നമ്മളിലേക്ക് ഒരു ഫീലിംഗ്, കൊണ്ടുവരും. ആ ഫീലിംഗ് ഒരു ഇമോഷനിലേക്ക്, ഫീലിംഗിലേക്കൊക്കെ നമ്മൾ പോകും. ആ ഫീലിംഗ് നമ്മളിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. ഓൾ അവർ ഫീലിങ്സ് അബൌട്ട് എ പേഴ്സൺ, ഒരു വ്യക്തിയെ കുറിച്ചുണ്ടാകുന്നതാകാം, ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടുണ്ടാകുന്നതാകാം. ഇതെല്ലാം ഒരു കാലയളവിലേക്ക് നമ്മളിൽ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. അത് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ആളെ കുറിച്ചോ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടോ ഉള്ളൊരു തോട്ട് എടുത്തിട്ട് നമുക്കത് പ്രാക്ടിക്കൽ പോലെ ചെയ്ത് നോക്കാം. ആ തോട്ട് വരുമ്പോൾ, ആ കുറെ തോട്ട്സ് വരുമ്പോൾ നമ്മളെ അതിനെ ഫീലിങ്സിലേക്ക്, ഇമോഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആ വ്യക്തിയെയോ ആ സന്ദർഭത്തിനെ അല്ലെങ്കിൽ ആ സംഭവത്തിനെയോ കുറിച്ചിട്ട് കുറെ കാലത്തേക്ക് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് അവിടെ ഡെവലപ്ഡ് ആവും. ആ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ആ ആക്ഷൻ, ആ പ്രവർത്തികൾ നമ്മളെ ഹാബിറ്റിലേക്കും നമ്മുടെ സംസ്കാരത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. ആ സംസ്കാരവും എനി ആക്ഷൻ ഡൺ
റിപ്പീറ്റഡ്ലി ബിക്കംസ് അവർ ഹാബിറ്റ് ഓർ സംസ്കാരം. നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ആക്ഷൻസ്, പ്രവൃത്തികൾ നമ്മുടെ ശീലങ്ങളായിട്ട് മാറും. ഇനി ആ ശീലങ്ങൾക്ക് എന്ത് പറ്റും? ഓൾ ഹാബിറ്റ് സംസ്കാർ പുട്ട് ടുഗദർ ഷേപ്പ് അവർ പേഴ്സണാലിറ്റി. നമ്മുടെ ശീലങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും ഒക്കെ കൂടെ ചേർന്ന് ഇന്ന് നമ്മൾ ആരായിരിക്കുന്നു ആ വ്യക്തിത്വം, നമ്മുടെ പേഴ്സണാലിറ്റി അവിടെ രൂപം കൊള്ളും. As this personality goes out into the world and deals with the everyday life, at every step we are creating our destiny. ആ ഒരു പേഴ്സണാലിറ്റി ആണ് നമ്മളെ നമ്മുടെ വിധിയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോ നിമിഷത്തിലും നമ്മളുടെ മൈൻഡ് ചിന്തകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ തോട്ട്സ് നമ്മളിലേക്ക് ഒരു ഫീലിംഗ്, ഇമോഷൻ ഒക്കെ തരുന്നു. അത് നമ്മളൊരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ മനോഭാവത്തിൽ നിന്നുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നു. ആക്ഷൻ, കുറെ ആക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സംസ്കാരവുമായിട്ട് മാറുന്നു. ആ ഹാബിറ്റ്സ്, സംസ്കാരവും ചേർന്ന് നമ്മുടെ പേഴ്സണാലിറ്റി ആകുന്നു. ആ പേഴ്സണാലിറ്റി ആണ് നമ്മുടെ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? നെക്സ്റ്റ് സ്ലൈഡിലേക്ക്. താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ഓരോന്നിലൂടെ കടന്നു പോകാം. എന്താണ് നമ്മുടെ തോട്ട്സ്? ചെറിയ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനിലൂടെയാണ് നമ്മൾ പോകുന്നത്. തോട്ട്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഐഡിയാസ് ആവാം, ഒപ്പീനിയൻ ആവാം, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടാവാം, എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവത്തിനെ കുറിച്ചിട്ടുള്ളതാകാം, ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളോട് ഒരു വ്യക്തി സംസാരിക്കുന്നു, അവര് പറഞ്ഞ എന്തെങ്കിലും ഒരു സംഭവം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റാരെങ്കിലും കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം, ഈ സമയം തന്നെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അറ്റ് ദ മൊമെന്റ് കുറേ ഐഡിയാസും ഒപ്പീനിയനും ഒക്കെ നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകും. അതാണ് നമ്മുടെ തോട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമ്മൾ ഒന്നും കൂടി അതിലെ ഒന്ന് കടന്നു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഓരോ തോട്ട്സ് നമ്മളിൽ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ചിന്തകളാണ്, എന്തൊക്കെ റെസ്പോൺസ് ആണ് നമ്മൾ. ഇപ്പൊ സെയിം സിറ്റുവേഷനിൽ ഡിഫറെന്റ് റെസ്പോൺസ് നമ്മളിലുണ്ടാകും. ഇപ്പൊ നിങ്ങളുടെ ഒരു കുട്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, ബ്രദർ, ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാള് വീടിന് പുറത്തേക്ക് പോകും, 1 മണിക്കൂറിനകം തിരിച്ചു വരാം, അല്ലെങ്കിൽ ഉച്ചയാകുമ്പോ എത്താം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയെന്ന് വെച്ചോളൂ. നിങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയാണ്. 1 മണിയായി, 1:30 1 മണിയാകുമ്പോ തൊട്ട് നമ്മൾ നോക്കാൻ തുടങ്ങും. വരുന്നുണ്ടോ, ടൈം ഒന്നായി, ഇപ്പൊ വരുമായിരിക്കും അല്ലെ. ഈ ഒരു ചിന്ത നമ്മളിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തോട്ട് ഏതൊക്കെ രീതിയിലായിരിക്കും, ഏതൊക്കെ രീതിയിൽ ഈ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആയിക്കോട്ടെ, മക്കളോ, ഹസ്ബൻഡോ, വൈഫോ, ബ്രദറോ, അച്ഛനോ, അമ്മയോ, ആരെങ്കിലും പുറത്തേക്ക് പോകുന്നു, പറഞ്ഞ സമയത്ത് അവർക്ക് വരാൻ പറ്റുന്നില്ല. ഏതൊക്കെ തരത്തിൽ നമ്മുടെ തോട്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, ഏതൊക്കെ തരത്തിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ്സേ വരും ഫസ്റ്റ്. ഫസ്റ്റ് നമുക്ക് നെഗറ്റീവ് വരും. പ്രത്യേകിച്ച് വണ്ടിയിലൊക്കെ പോകുന്ന ആളാണെങ്കിൽ എന്ത് അല്ലെ, ഈ ഒരു തോട്ടാണ് ആദ്യം നമ്മളിൽ വരുന്നത്. ഇതിലും വേറെ രീതിയിലും ചിന്തിക്കുന്നവരുണ്ടാകും. ചിലപ്പോ കൂട്ടുകാരുടെ വീട്ടിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും താമസം വന്നു കാണും. ഇങ്ങനെ ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെ നമുക്ക് പലതരത്തിലും നമ്മുടെ ചിന്തകൾ മാറുന്നുണ്ട്. ചിലത് നമുക്ക് ഗുണകരമാകുന്ന രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ചിലത് വളരെ മോശമായ രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ വാച്ച് ചെയ്യണം. നമ്മുടെ ഓരോ തോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഓരോ സംഭവം വരുമ്പോൾ ഞാൻ എങ്ങനെ ഇതിനെ ചിന്തിക്കും, അതിനൊക്കെ നമുക്ക് കാര്യമുണ്ട്. നമ്മുടെ ആ തോട്ട്, അല്ലെങ്കിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിക്ക്. ഇതിപ്പോ ഒരാളുടെ ഫേസ് കാണിച്ചിട്ട് തന്നെ ഇപ്പൊ സെയിം ഡിഫറെന്റ് റെസ്പോൺസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പിക്ചർ കാണിക്കുന്നത്. ഓരോ തരത്തിലുള്ള അവരുടെ റെസ്പോൺസ്, ചിലപ്പോ ഒരു സംഭവത്തിലാകാം, ചിലപ്പോ പല സംഭവം. അപ്പൊ തോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ അവിടെ റെസ്പോൺസും
ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ റെസ്പോൺസ് ആണ് നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഫീലിംഗിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ തോട്ട് വന്നു, ആ തോട്ട് വന്നു നല്ല ചിന്തയാണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. ബുദ്ധിമുട്ടുള്ള നമുക്ക് മോശമായ ഒരു ചിന്തയാണെങ്കിൽ അത് നമ്മളെ സാഡ്നെസ്സിലേക്കും ഫിയറിലേക്കും അങ്ങനെയുള്ള പലതരം ഇമോഷൻസിലേക്ക് ഫീലിങ്സിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ഇമോഷണൽ സ്റ്റേറ്റ് ഓർ റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ഫീലിംഗ് എന്നുള്ളത്. അപ്പൊ ഇവിടെ തന്നെ ഹാപ്പി ആയിട്ടുള്ളതും സ്നേഹപൂർവ്വമുള്ളതും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതൊക്കെ ആയിട്ടുള്ള പിക്ചർ നമ്മൾ ഇതിലും ഒത്തിരി നമുക്കറിയാം. നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരും എമോജി എല്ലാത്തിനും അയക്കുന്നവരാണെങ്കിൽ എത്ര ടൈപ്പ് ഇമോഷൻസ് ഫീലിങ്സ് ആണ് ഓരോ കാര്യത്തിനും നമുക്കുണ്ടാവുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ തോട്ട് നമ്മളെ ഫീലിങ്സിലേക്ക് കൊണ്ടുപോകും, ഇമോഷൻസിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ തന്നെ നമ്മളുടെ ഒന്നാമത്തെ പാഠമാണ് തോട്ടിൽ നമ്മൾ അവെയർ ആയിരിക്കുക. ആ തോട്ടിൽ എന്നിൽ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും, ഞാൻ ഇമോഷനിലേക്ക് പോകും എന്ന ഒരു അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കും. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ തോട്ട് വരുമ്പോൾ ഇമോഷണൽ വൂൺസ് നമുക്കുണ്ടാവും. ഇമോഷണൽ വൂൺസ് എപ്പോഴാണ് നമുക്കുണ്ടാവുന്നത്? നമ്മുടെ റോങ് തോട്ട് കാരണമാണ് ഇമോഷണൽ വൂൺസ് ഉണ്ടാവും. ഇപ്പം ഒരാള് വന്നില്ല, അല്ലെങ്കിൽ നമ്മളോടൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് വെച്ചോളൂ. അപ്പോ അയാൾ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം? ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ അകറ്റി നിർത്താനാണ്, ഇയാൾക്ക് ഭയങ്കര ഈഗോയാണ്, ഇയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ്, ഇയാൾക്ക് എന്തോ ഭാവമാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ 1000 തോട്ട്സ് ആ വ്യക്തിയെ കുറിച്ച് അപ്പൊ തന്നെ വരും. ആ സമയം മറുവശത്തൂടെ വേറൊരു തോട്ട് വരും, എന്നാലും ഇയാൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചത്, എന്തിനാണ് ഇയാൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇയാൾക്ക് ചെയ്തു കൊടുക്കുന്നത്, ഞാൻ എന്തുമാത്രം ഇയാളെ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു. അപ്പോ നമ്മുടെ റോങ്, പക്ഷെ അയാള് അങ്ങനെ സംസാരിച്ചതിന് എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടാവും. പക്ഷെ ആ റീസണിലേക്ക് നമ്മൾ പോകാൻ തയ്യാറല്ല. പകരം നമ്മൾ അവിടെ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. ഇതുകൊണ്ടായിരിക്കും, ഇതുകൊണ്ടായിരിക്കും, ഇതുകൊണ്ട്. അത് നേരത്തെ ഒരു മാഡം പറഞ്ഞ പോലെ ഗുണകരമായതൊന്നും ആയിരിക്കില്ല. നമുക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചിന്തയായിരിക്കും നമുക്ക് വരിക. അപ്പൊ ആ റോങ് ആയിട്ടുള്ള തോട്ട് കൊണ്ട് നമുക്ക് ഇമോഷണൽ വൂണ്ട് ഉണ്ടാവും. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇമോഷണൽ ഫീലിങ്സിലും കിടക്കുന്നവരാണ്. ഓരോ കാര്യത്തിനെയും, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനെയും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ഇമോഷണലി ആണ്, വൈകാരികപരമായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയുന്നതൊന്നും അനുസരിച്ചില്ലെങ്കിൽ പോലും, ഞാൻ ഇവന്റെ അമ്മയല്ലേ, ഞാൻ ഇവളുടെ അമ്മയല്ലേ, എന്തുകൊണ്ട് ഇവളെന്നെ അനുസരിക്കുന്നില്ല, ഇവൻ അനുസരിക്കുന്നില്ല? ആ ഒരു ഇമോഷണലി ആണ് നമ്മൾ അവിടെ ആ ഒരു പ്രശ്നത്തെ, ഏതൊരു പ്രശ്നത്തിനെയും നമ്മൾ എടുക്കുന്നത്. ഇമോഷണലി ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ വീണ്ടും 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 നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിപ്പോണ്ടി. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ചേഞ്ച് അവർ ഫീലിങ്സ് വിത്തൗട്ട് ചേഞ്ചിങ് അവർ തോട്ട്സ്. നമ്മുടെ ഫീലിങ്സിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ തോട്ടിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് തോട്ട് ഫീലിങ്സ്? വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മളിത് പറയാനിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ വരും. അപ്പൊ വളരെ ചെറുതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, തോട്ട് ഫീലിങ്സിലേക്ക് കണക്റ്റഡ് ആണ്. തോട്ടിൽ നിന്നാണ് ഫീലിങ്സ് ഇമോഷൻസും വരുന്നത്. അതിന് റോങ് തോട്ട്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഇമോഷണൽ വൂണ്ട് സംഭവിക്കും. ആ ഇമോഷണൽ വൂണ്ട് നമുക്ക് ഹീൽ ചെയ്യണമെങ്കിൽ നമ്മളുടെ തോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ തോട്ടിൽ നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കുക, ഗുണകരമായ ചിന്തകളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കുക. ഇനി ഈ ഫീലിംഗ് ഇമോഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഏത് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് നോക്കാം. അവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ക്രിയേറ്റ് ചെയ്യുകയാണ്. സൈക്കോളജി പറയുന്നത് ആറ്റിറ്റ്യൂഡ് refers to a set of emotions, beliefs and behaviors toward a particular object, person, thing or event. Attitude can also be described as the way of evaluate something or someone.
നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും നമ്മുടെ ബിഹേവിയേഴ്സും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നമ്മളെ ആ സംഭവത്തിനെ അല്ലെ വ്യക്തികളെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പറയും, ഇനി ഒരിക്കലും ഞാൻ ആ വ്യക്തിയോട് മിണ്ടില്ല, എന്നോട് വളരെ മോശമായിട്ടാണ് അയാൾ പെരുമാറിയത്, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകില്ല, അതെന്നെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ തോട്ട്സ് നമ്മുടെ ഫീലിങ്സിലേക്ക്, ഇമോഷൻസിലേക്കും വന്നു. ആ ഇമോഷൻസ് നമ്മുടെ ബിലീഫ്സും നമ്മുടെ ബിഹേവിയേഴ്സും എല്ലാം കൂടെ ചേർന്ന് ആറ്റിറ്റ്യൂഡായി. ഒന്നെങ്കിൽ നമ്മൾ ഒരു 2-3 പ്രാവശ്യം ഒരു എക്സാം എഴുതി നമ്മൾ പരാജയപ്പെട്ടു പോയി, ഉടനെ നമ്മൾ അവിടെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും, എനിക്കിത് പറ്റില്ല, ഐ കാൻ ഡു ഇറ്റ്, എനിക്കിത് പറ്റില്ല, ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതുകൊണ്ട് ഇനി ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ നടന്ന സംഭവത്തിൽ എടുത്ത ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷനാണ് അവിടെ ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ നമ്മൾ വിചാരിക്കണം, ട്രൈ ചെയ്യാം, ഞാൻ റെഡിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടായിരിക്കും, ഐ ആം ഓക്കെ എന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ആ സന്ദർഭങ്ങളിലേക്കും ആ വ്യക്തികളിലേക്കും ഒക്കെ ചെല്ലും. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഐ കാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോകും. അപ്പൊ നമ്മുടെ തോട്ട്സ് നമ്മുടെ ഫീലിങ്സിലേക്ക് വന്നു, ആ ഫീലിങ്സ് നമ്മളുടെ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു. അപ്പൊ കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾ ചിന്തിക്കണം, ആറ്റിറ്റ്യൂഡ് കണക്ട് ടു തോട്ട്, ഫീലിംഗ് കണക്ട് ടു തോട്ട്. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്? നല്ല ശുഭാപ്തി വിശ്വാസം, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഏതൊരു കാര്യത്തിലും ഇത് ശുഭകരമായിരിക്കും, റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായിരിക്കും. ഇപ്പോഴേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നതിലും എത്രയോ നല്ലതാണ് ആ ശുഭാപ്തി വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകും. എന്ത് വന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചിലരുണ്ട്, അറിഞ്ഞോ അറിയാതെയോ എന്ത് വരുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു അശുഭമായ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്. ഇത് ശരിയാവില്ല, ഇത് നടക്കാൻ പോകുന്നില്ല, ഇതിങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഫിയർലെസ് ആറ്റിറ്റ്യൂഡ്, എന്തും ചെയ്യാനുള്ളൊരു ധൈര്യം. കെയറിങ് ആൻഡ് കൈൻഡ് ആറ്റിറ്റ്യൂഡ്, വളരെ ദയാപൂർവം പെരുമാറാനും മറ്റുള്ളവരോട് കെയർ ആയിട്ട് പെരുമാറാനും ഒക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആരോഗ്യന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്, എന്തിനും ഒരു ഡിഫൻഡ് ഇതിൽ നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ്. ഈസി ഗോയിങ് ആറ്റിറ്റ്യൂഡ്, ലൈഫ് ഈസ് ഈസി, എഫേർട്ട്ലെസ്, ലോട്ട് ഓഫ് ഫൺ എന്ന് ചിന്തിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. രസകര, ജീവിതം എന്ന് പറയുന്നത് ഒരു ഡ്രാമയാണ്, ഞാനത് അഭിനയിക്കാൻ വന്നിരിക്കുന്നു, എനിക്ക് തന്ന റോളുകളെല്ലാം ഞാൻ നല്ല വ്യക്തമായി അഭിനയിച്ച് തീർക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ലൈഫ് ഈസ് ഈസി, അതാണ് ഈസി ഗോയിങ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിൽ ഏത് ആറ്റിറ്റ്യൂഡും വരാം. അപ്പോ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ വരുന്നത് എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും? പറയാമോ ആർക്കെങ്കിലും? ജസ്റ്റ് നമ്മുടെ തോട്ടിനെ ആശ്രയിച്ചിട്ടായിരിക്കും. വീണ്ടും നമ്മൾ പഴയതിലേക്ക്, തോട്ട്, ഫീലിംഗ്, ആറ്റിറ്റ്യൂഡ്. ഇനി ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങളും ആറ്റിറ്റ്യൂഡ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് മനസ്സിലായല്ലോ. ഈ ആറ്റിറ്റ്യൂഡ് വരുന്നിടത്തു നിന്നാണ് നമ്മുടെ ആക്ഷൻ തുടങ്ങുന്നത്. ഞാൻ ഇനി എന്ത് ചെയ്യണം? സംതിങ് ദാറ്റ് ഹാസ് എ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഓർ ഇവന്റ്സ് ഇൻവോൾവ്ഡ്. ഇപ്പൊ പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഞാൻ എന്തായാലും ഇതിനെ നേരിടും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എനിക്ക് കോൺസെൻട്രേഷൻ ആയിട്ട് പഠിക്കണം, എനിക്ക് ഈ പരീക്ഷയിൽ ജയിക്കണം, അപ്പൊ അതിന് ഞാൻ എന്തൊക്കെ ആക്ഷൻ എടുക്കണം? അപ്പോ എന്താ പറയാ, ടൈം ടേബിൾ തയ്യാറാക്കും, പഠിക്കുന്ന സബ്ജക്റ്റിനെ ചെറിയതായിട്ട് ഡിവൈഡ് ചെയ്യും, ഏറ്റവും പ്രയാസമുള്ളത് ഫ്രഷ് ആയിട്ടുള്ള സമയങ്ങളിൽ പഠിക്കും, പിന്നെ മെഡിറ്റേഷൻ വേണം, കോൺസെൻട്രേഷൻ കൂട്ടാൻ ഞാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം, ഞാൻ എത്ര നേരം മൊബൈൽ യൂസ് ചെയ്യണം, ഞാൻ എന്തിനെയൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യണം, ഇങ്ങനെ കുറെ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് നമ്മൾ. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്
അതിനെ നേരിടാനുള്ള ആറ്റിറ്റ്യൂഡ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയും നമ്മൾ ആക്ഷൻ എടുക്കും. മൂടി പുതച്ച് കിടന്നുറങ്ങുക, ഒന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ എന്തു പറയാ, ഈ ഡിസ്റ്റർബൻസ് മാറ്റാനായിട്ട്, ഈ നിരാശ മറക്കാനായിട്ട് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുക, എന്തെങ്കിലും അഡിക്ഷനിലേക്ക് പോവുക. ദാറ്റ് ഈസ് ഓൾസോ ആക്ഷൻ. അതും ആക്ഷൻ തന്നെയാണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് വന്നു, നമ്മൾ ആക്ഷൻ എടുത്തിരിക്കും. നമ്മുടെ തോട്ടിൽ നിന്ന് ഫീലിങ്സിലേക്ക് വന്നു, ഫീലിങ്സിൽ നിന്ന് നമ്മൾ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു, ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ ആക്ഷനിലേക്ക് വന്നു. Our actions are an outward or visible expression of our attitude. നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മളുടെ ആറ്റിറ്റ്യൂഡിന്റെ റിസൾട്ടാണ് നമ്മളുടെ ആക്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്ന് നമ്മൾ അവിടെ ഡിസൈഡ് ചെയ്യും. ഈ ആറ്റിറ്റ്യൂഡ്, ഈ ആക്ഷൻ, അത് നമ്മളെ ഹാബിറ്റിലേക്കും സംസ്കാരത്തിലേക്കും കൊണ്ടു. അപ്പൊ ഹാബിറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിലാണ് വരുന്നത്. ഇപ്പൊ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കണം, ഹെൽത്തി ആയിട്ടിരുന്നാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുമ്പോൾ നമ്മൾ യോഗ ചെയ്യാൻ തുടങ്ങും, നമ്മൾ പിന്നെ രാവിലെ നടക്കാൻ പോകും, മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഫിസിക്കലായിട്ട്, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇന്നർ കൂടാണ് കേട്ടോ. നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എൻവയൺമെന്റിനെ ഏറ്റവും മനോഹരമാക്കാം എന്ന് നമ്മൾ അതിനൊരു റുട്ടീൻ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിങ്ങനെ ചെയ്ത് 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 വരുമ്പോ ഇപ്പൊ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കുക, എഴുന്നേറ്റ ഉടനെ മെഡിറ്റേഷൻ ചെയ്യുക, അത് കഴിഞ്ഞ് നടക്കാൻ പോവുക, അല്ലെങ്കിൽ യോഗ ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ഇത് നമ്മൾ പ്രാക്ടീസ് ആയിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഇത് നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എവിടെ പോയാലും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ആ കറക്റ്റ് ടൈമിന് എഴുന്നേക്കും, ആ റുട്ടീൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇപ്പൊ ഈറ്റിംഗ്, വാക്കിംഗ്, റണ്ണിങ്, ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, ഇന്ന സമയത്ത് നടക്കാൻ പോകണം, അത് നമ്മുടെ റുട്ടീനായിട്ട് മാറും. ദാറ്റ് ഈസ് അവർ ഹാബിറ്റ്. ഇനി എന്താണ് നമ്മളുടെ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റെഫേഴ്സ് ടു ഇമോഷണൽ പാറ്റേൺസ് ആണ്. എല്ലാത്തിനെയും സ്വീകരിക്കാൻ, നല്ല എല്ലാവർക്കും കെയർ കൊടുക്കാൻ പറ്റുന്ന, അതുപോലെ പങ്ക്ച്വാലിറ്റി സ്വീകരിക്കുന്ന, അതുപോലെ കംപ്ലൈന്റ് പറയുന്ന, ഇതൊക്കെ നമ്മളുടെ സംസ്കാരമാണ്. ചിലരെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്ക് എന്ത് വന്നാലും കംപ്ലൈന്റ് ആണ്, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനൊരു ചെറിയ കഥയുണ്ട്, വളരെ രസകരമായ ചെറിയൊരു കഥയാണ്. ഒരു വീട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ട്. വൈഫ് മാത്രമേ വീട്ടിലുള്ളൂ, ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുകയാണ്. അപ്പൊ ആ വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരൻ വരികയാണ്. അപ്പൊ ഈ ഭിക്ഷക്കാരൻ വന്ന് ചോദിച്ചു, എന്തെങ്കിലും തരാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവര് പറഞ്ഞു, ഇവിടെ ഒന്ന് ഇവിടുത്തെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഭിക്ഷക്കാരൻ ഒന്നും പറയാതെ തിരിച്ചു പോവാണ്. ഇദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് ഹസ്ബൻഡ് വരുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് ഭിക്ഷക്കാരനെ കണ്ടുകൊണ്ട് ഉടനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്തെങ്കിലും ഭിക്ഷ തരാ, എനിക്ക് എന്തെങ്കിലും ഭിക്ഷ ചോദിച്ചു വന്നതാണെന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞു എന്റെ ഭാര്യ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, എന്റെ കൂടെ വരുമെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെ, ഈ ഭിക്ഷക്കാരനെ കൂട്ടി വീണ്ടും വീടിന്റെ വരാന്തയുടെ അവിടത്തേക്ക് കൊണ്ടുവന്നു, സിറ്റ് ഔട്ടിന്റെ അവിടേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഭിക്ഷക്കാരനോട് പറഞ്ഞു, ഇവിടെ ഒന്നും പൊയ്ക്കോളാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാം ഞാൻ തന്നെ പറയും, ഞാൻ പറഞ്ഞാലേ അത് ശരിയാവും എന്ന് പറയുന്നത് പോലെ അതൊരു ഇമോഷണൽ പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇമോഷണൽ പാറ്റേൺസ് ആണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. കെയറിങ് എന്ന് പറയുന്നതും അക്സെപ്റ്റിങ്, ഏതൊരു സിറ്റുവേഷനെയും അക്സെപ്റ്റ് ചെയ്യുക, ഏതൊരു വ്യക്തിയെയും അക്സെപ്റ്റ് ചെയ്യുക, സ്വയം അക്സെപ്റ്റ് ചെയ്യുക. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവുമ്പോഴാണ് നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോ നമ്മളുടെ ഹാബിറ്റും സംസ്കാരം നമ്മളുടെ ആക്ഷനിൽ നിന്നാണ്. അപ്പൊ തോട്ട് വന്നിട്ട് ഫീലിംഗിൽ വന്നു, ഫീലിംഗ് വന്നിട്ട് ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു, ആറ്റിറ്റ്യൂഡ് വന്നിട്ട് ആക്ഷനിലേക്ക് വന്നു, ആക്ഷൻ വന്ന ഹാബിറ്റിൽ സംസ്കാരത്തിലേക്കും വന്നു. അപ്പൊ കണക്റ്റഡ് ആണ്. തിരിച്ച് നമ്മൾ പറഞ്ഞാൽ ഹാബിറ്റ് ആൻഡ് സംസ്കാർ കണക്റ്റഡ് ടു തോട്ട്, ആക്ഷൻ കണക്റ്റഡ് ടു തോട്ട്,
ആറ്റിറ്റ്യൂഡ് കണക്ഷൻ ടു തോട്ട്, ഫീലിങ്സ് കണക്റ്റഡ് ടു തോട്ട്. ഇതെല്ലാം തോട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ക്ലിയർ. ഈ നമ്മളുടെ ആ ഒരു ഹാബിറ്റും സംസ്കാരം നിന്നാണ് നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് പോകുന്നത്. As the characteristic patterns of thoughts, feelings and behaviors that make a person unique. നമ്മളുടെ ചിന്തകളും നമ്മളുടെ എമോഷൻസും നമ്മളുടെ ബിഹേവിയേഴ്സും ഒക്കെയാണ് ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ മനുഷ്യര് മാത്രമല്ല ഒന്നും ഒരുപോലെ സൃഷ്ടിക്കപ്പെട്ടു. ഇരട്ടകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും അവിടെയും ഉണ്ട് വ്യത്യാസം. ചിലപ്പോൾ അവരുടെ രൂപത്തിൽ ഒന്നായിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവത്തില് അവര് ഒത്തിരി വ്യത്യസ്തരായിരിക്കാം. ഓരോ സാഹചര്യങ്ങളിൽ അവര് ഇടപെടുന്ന രീതി, റെസ്പോണ്ട് ചെയ്യുന്ന രീതി, അവര് നടക്കുന്ന രീതി, കഴിക്കുന്ന രീതി, ഓരോ പേഴ്സണും ഓരോ യുണീക്കാണ്. ഒരാളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? നമ്മളെ രക്ഷകർത്താക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും എല്ലാവരും ചെയ്യുന്നത് കമ്പയർ ചെയ്യുക. കമ്പാരിസൺ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം വി ആർ ഓൾ യുണീക് പേഴ്സണാലിറ്റി. ഓരോരുത്തരും ഓരോ രത്നങ്ങളാണ്, ഡയമണ്ട്സ് ആണ്. അവരിൽ ഓരോരുത്തരിലും അടങ്ങിയിരിക്കുന്നത് ഓരോരോ ഗുണവിശേഷങ്ങളാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്കും ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ ആ യുണീക്ക്നെസ്സിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ യുണീക്ക്നെസ്സിനെ നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, അസൂയ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടാകും. നമ്മൾ എപ്പോഴും നമ്മുടെ ബെറ്റർ വേർഷനിലേക്ക് പോകാൻ ശ്രമിക്കും. ഇന്ന് ഞാൻ എനിക്ക് 20 പടി കയറി പോകണമെന്ന് വെച്ചോളൂ. ഇന്ന് ഞാൻ ഒരു പടിയെ കയറിയുള്ളെങ്കിൽ നാളെ ഞാൻ 2ാമത്തെ പടി കയറാൻ ശ്രമിക്കും, 3ാമത്തെ പടി കയറാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ കയറി 20ാമത്തെ പടിയിലെത്തും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ആൾ 5ാമത്തെ പടിയിലെത്തി. ഞാൻ ചാടിക്കയറി പോകാൻ പറ്റുമോ? എനിക്ക് ആ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് തന്നെ പോകണം. ആ ഓരോ സ്റ്റെപ്പിലുമുള്ള എക്സ്പീരിയൻസ് എടുത്ത് അതിനെ അനലൈസ് ചെയ്ത് തന്നെ എനിക്ക് മുന്നോട്ട് പോകണം. അപ്പൊ നമ്മളെല്ലാവരും യുണീക് പേഴ്സണാലിറ്റിയാണ്. ആ യുണീക് പേഴ്സണാലിറ്റി നമ്മളിലേക്ക് വരാനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാമാണ്. ഈ പേഴ്സണാലിറ്റി ആണ് നമ്മളെ നമ്മുടെ ഡെസ്റ്റിനിലേക്ക് എത്തിക്കുന്നത്. All of our sanskars and habits combined together shape our personality. നമ്മുടെ ശീലങ്ങളും നമ്മുടെ സംസ്കാരവും ഒക്കെ ചേർന്ന് ഒരുമിച്ച് നമ്മൾ ആരാണ് എന്നുള്ള നമ്മളുടെ ആ വ്യക്തിത്വം അവിടെ പ്രകടമാകും. ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ഉള്ളിലാണ് വരേണ്ടത്, പുറമേ അല്ല. നമ്മളെപ്പോഴും പുറമേ ഉള്ള കാര്യങ്ങൾ ശരിയാക്കാനാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ മാറ്റം എപ്പോഴും വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. തോട്ട്സ് ഉള്ളിലാണ് നടക്കുന്നത്, ഫീലിങ്സ് ഉള്ളിലാണ് നടക്കുന്നത്, ആറ്റിറ്റ്യൂഡ് ഉള്ളിലാണ് നടക്കുന്നത്, ആക്ഷൻ ഉള്ളിലാണ് നടക്കുന്നത്, ഹാബിറ്റ്സ് സംസ്കാരം ഒക്കെ വെളിയിലേക്ക് വരുന്നത് ഉള്ളിലുള്ള പ്ലാനിങ്ങിൽ നിന്നാണ്. അപ്പോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് എ ക്യുമുലേറ്റീവ് റിസൾട്ട് ഓഫ് അവർ തോട്ട്സ്, ഫീലിങ്സ്, മെമ്മറീസ്, ആറ്റിറ്റ്യൂഡ്, ആക്ഷൻസ് ആൻഡ് ഹാബിറ്റ്സ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും എല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ വരണം, എന്റെ പേഴ്സണാലിറ്റി എന്തായിരിക്കണം, ആകാൻ ഞാൻ ആഗ്രഹിക്കുന്ന പേഴ്സണാലിറ്റിയിലേക്ക് എത്തിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, അപ്പൊ എവിടെയാണ് ഞാൻ ചേഞ്ച് വരുത്തേണ്ടത്, എൻ്റെ ഉള്ളിലാണ് ചേഞ്ച് വരുത്തേണ്ടതെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളുടെ ഈ ഒരു ഹാബിറ്റും സംസ്കാരം എന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ പേഴ്സണാലിറ്റിയെ ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. I am optimistic, I am loyal, I am humble, I am creative, I am arrogant,
എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പേഴ്സണാലിറ്റി നമ്മളുടെ അവിടെ ഡെവലപ്പ് ചെയ്യും. ഇമോഷണൽ പാറ്റേൺസ് ഫിസിക്കലിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും, ഒപ്പം നമ്മൾ ആ ഇമോഷണൽ പാറ്റേൺസിലേക്ക് കൂടെ ശ്രദ്ധിക്കുമ്പോൾ ഏത് തരം പേഴ്സണാലിറ്റിയിൽ എത്തണം, പോസിറ്റീവ് പേഴ്സണാലിറ്റിയിൽ എത്തണം, എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന പേഴ്സണാലിറ്റിയിൽ എത്തണം, എന്ത് ആകണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണമെന്നും നമുക്ക് അറിയാൻ പറ്റും. നെഗറ്റീവ് ഷെയ്ഡ്സ് കൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡോമിനേഷൻ, എല്ലായിടത്തും ഞാനാണ് വലുത്, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, എല്ലാത്തിനും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡാണ്. നമ്മൾ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ചില ഫാമിലിയിലൊക്കെ നമ്മൾ പറയുന്നത്, ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല, ഞാൻ ഉണ്ടെങ്കിലേ അവിടെ ശരിയാവുള്ളൂ. ചില സ്ഥാപനങ്ങളില്, ഫാമിലിയില്, ചില റിലേഷൻഷിപ്പില് ഒക്കെ ഈ ഡോമിനേഷൻ വരുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാനിപ്പുലേഷൻ, ചൂഷണം ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, മെച്യൂരിറ്റി ആയിട്ട്, ഇൻടോളറൻസ് ആയിട്ടൊക്കെ പെരുമാറുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നെഗറ്റീവ് ഷെയ്ഡ്സിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെ ആയിരിക്കണം എന്നും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതുണ്ട്. ഇതും കണക്റ്റഡ് വിത്ത് തോട്ട്. ഈ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണ്, അതാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയിലുണ്ട്. ദ ഫ്യൂച്ചർ ഡിസ്റ്റൈൻഡ് ഫോർ എ പേഴ്സൺ ഓർ എ തിങ്, നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തതാണ് ഈ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ഒരു തോട്ടിൽ തുടങ്ങി ഫീലിങ്ങും ഇമോഷനിലേക്കും വന്നു, അവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു, ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമ്മൾ ആക്ഷനിലേക്ക് വന്നു, ആക്ഷനിൽ നിന്ന് നമ്മൾ ഹാബിറ്റിലേക്കും സംസ്കാരത്തിലേക്കും വന്നു, അവിടെ നിന്ന് നമ്മൾ പേഴ്സണാലിറ്റിയിലേക്ക് വന്നു, പേഴ്സണാലിറ്റിയിൽ നിന്ന് നമ്മൾ ഡെസ്റ്റിനിയിലേക്കും വന്നു. ഇത് നമ്മളുടെ യാത്ര തുടങ്ങി അവസാനിക്കും. തിരിച്ച് നമുക്കൊന്ന് പോയി നോക്കാം. ഡെസ്റ്റിനി, എവിടെ എനിക്ക് എത്തണം. അപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനി എന്താണെന്ന് നിശ്ചയിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ അതിനനുസരിച്ച് പാകപ്പെടുത്തണം. ആ പേഴ്സണാലിറ്റി പാകപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സും നമ്മുടെ സംസ്കാരവും എന്താണെന്ന് നമ്മൾ നിശ്ചയിക്കണം. അത് കറക്റ്റ് ആവണമെങ്കിൽ നമ്മളിലേക്ക് ആക്ഷൻ വരണം. ആ ആക്ഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ശരിയായ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ ശരിയായ മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഫീലിങ്സ് നമുക്ക് ഗുണകരമായതായിരിക്കണം. ആ ഫീലിങ്സ് നമുക്ക് ഗുണകരമായത് ആകണമെങ്കിൽ നമ്മുടെ തോട്ട്സ് ശരിയായിരിക്കണം. ശരിയായ ചിന്തയിൽ നമ്മൾ എത്തിച്ചേരണം. അങ്ങനെയാണ് നമ്മളുടെ യാത്ര. അപ്പൊ നമ്മുടെ യാത്ര തുടങ്ങുന്നത് തോട്ടിലും നമ്മൾ ഇപ്പൊ എത്തി നിൽക്കാൻ നമ്മുടെ ഡെസ്റ്റിനിയിലുമാണ്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ ആയിത്തീർന്നിട്ടുണ്ടോ? ലൈഫിൽ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും, നല്ലതും ചീത്തയുമായതൊക്കെ. എവിടെയാണോ നമ്മൾ നമ്മുടെ തോട്ടിൽ ചേഞ്ച് വരുത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്, അതാണ് ഇന്നത്തെ നമ്മൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണമെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ അനുഭവത്തിൽ എവിടെ വെച്ചോ എൻ്റെ തോട്ട് ഞാനൊന്ന് കറക്റ്റ് ചെയ്തു. ഇതായിരിക്കണം ഞാൻ ആകേണ്ടത്. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഇമോഷൻസിനെ വാച്ച് ചെയ്തു, കറക്റ്റ് ചെയ്തു. അതിനനുസരിച്ച് ഞാൻ എൻ്റെ മനോഭാവത്തിലേക്ക് വന്നു, ആക്ഷൻ എടുത്തു, ഹാബിറ്റായി, എൻ്റെ പേഴ്സണാലിറ്റി വന്നു. ഇപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ ഹീലറായി, ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഫെസിലിറ്റേറ്ററായി, ഒരു ആക്സസ് വർക്ക് പ്രാക്ടീഷണറായി, ആക്സസ് വർക്ക് ഫേസ് ലിഫ്റ്റ് പ്രാക്ടീഷണറായി, മെന്ററായി, കൗൺസിലറായി, എല്ലാ കാര്യങ്ങളിലേക്കും എത്തിച്ചേർന്നു. ഞാൻ ആഗ്രഹിച്ചത് ഇതായിരുന്നു. ഇതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഉള്ള ആ ഒരു തോട്ട് വന്ന സമയം തൊട്ട് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ നമ്മൾ ഓരോരുത്തരും തുടങ്ങുന്നത് നമ്മളുടെ ചിന്തയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല.
കഴിഞ്ഞ കാര്യം, അയ്യോ എന്റെ സമയം കഴിഞ്ഞു പോയി, ഞാൻ എത്രയോ കാലം വേസ്റ്റ് ചെയ്തു, ഞാൻ എന്ത് തോട്ടിനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യവുമില്ല. ഗിൽറ്റ് ഫീലിംഗിന്റെ ആവശ്യവുമില്ല. ഇതാണ് നമ്മുടെ സമയം. ഇപ്പോൾ ഈ നിമിഷം, ഈ നിമിഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റാൻ തയ്യാറാകുമ്പോൾ എല്ലാം മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ ഡെസ്റ്റിനി തന്നെ മാറിക്കഴിഞ്ഞു. പാസ്റ്റിനെ ഓർത്ത് വിഷമിക്കാതെ പ്രസന്റിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ മനോഹരമാകും. ആ മനോഹരമായ ഫ്യൂച്ചറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ നല്ല ചിന്തകളാണ്. നമ്മള് നമ്മുടെ ലൈഫിന്റെ തന്നെ ക്യാപ്റ്റൻ ആവണം. നമ്മുടെ ചിന്തകളുടെ ക്യാപ്റ്റൻ ആവണം. നമ്മുടെ എല്ലാ കാര്യത്തിന്റെയും, നമ്മുടെ ഹാപ്പിനെസിന്റെ, നമ്മുടെ ആരോഗ്യത്തിന്റെ, നമ്മുടെ ഫിനാൻഷ്യലിന്റെ എന്ന് പറയുന്നത് പോലെ നമ്മുടേതായ എല്ലാ കാര്യത്തിന്റെയും ക്യാപ്റ്റൻ നമ്മൾ തന്നെ ആയിരിക്കണം. അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. എന്റെ ഹെൽത്തിന്റെ ഉത്തരവാദിത്തം എന്റേതാണ്. എന്റെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം എന്റേതാണ്. എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും എനിക്ക് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നമ്മുടെ ഡെസ്റ്റിനി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ തോട്ടിനെ തന്നെയാണ്. ആ തോട്ടിലേക്ക് ശ്രദ്ധിക്കുക, ആ തോട്ടിനെ കെയർ ചെയ്യുക, അതിലേക്ക് നമ്മൾ കൂടുതൽ കൊടുത്ത് അനലൈസ് ചെയ്ത് നമ്മൾ ചിന്തിച്ച് ഓരോ തോട്ട് വന്നു കഴിയുമ്പോഴും നമ്മൾ ഒന്ന് കണ്ണടച്ച് ഇറ്റ്സ് ഓക്കെ ഫോർ മീ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഇത്രയും പറഞ്ഞപ്പോൾ സ്പിരിച്വാലിറ്റി, ഡെസ്റ്റിനി എന്താണെന്ന് കൂടി ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞേക്കാം. ദ സ്പിരിച്വൽ മീനിങ് ഓഫ് ഡെസ്റ്റിനി ഈസ് ഐഡിയ ഓഫ് ഹയർ പർപ്പസ് ഓർ പ്ലാൻ ദാറ്റ് ഗൈഡ്സ് ആൻഡ് ഡയറക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് ലൈഫ് ജേർണി ആൻഡ് എൻകറേജസ് individuals to take actions and choices with this divine will in order to achieve greater fulfillment and meaning in life. ശരിക്കും ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് എൻ്റെ സ്പിരിച്വൽ ഡെസ്റ്റിനിയിലാണ്. എൻ്റെ ഹയർ പർപ്പസിലേക്ക്, എൻ്റെ ലൈഫ് പ്ലാനിലേക്ക്, എൻ്റെ ലൈഫ് ജേർണിയിലേക്ക്, ആ ഡിവൈൻ വില്ലിലേക്കാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് കിട്ടും, ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഓരോന്നിനും തയ്യാറാകുമ്പോൾ നമ്മളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വെളിവായി വരും. നമ്മളെല്ലാവരും ഒടുവിലെത്തുന്നത് ആ സ്പിരിച്വൽ ഡെസ്റ്റിനി തന്നെയാണ്. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും ഈ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? ഓരോ നിയോഗവുമായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഫാമിലിയെ കെയർ ചെയ്യാൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെ കെയർ ചെയ്യാൻ, ഇങ്ങനെ ഒരുപാട് എല്ലാം ഒരു ഫാമിലിയെ നല്ലതൊന്നും പരിപാലിച്ചു പോകുന്നതും ഇറ്റ്സ് ഓൾസോ അതും ഡെസ്റ്റിനി തന്നെയാണ്. നമ്മൾ വേറെ എന്തെങ്കിലും ട്രെയിനിങ് എടുക്കണമെന്നോ ക്ലാസ്സുകൾ അതൊന്നും ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും അതൊന്നും ആയിരിക്കണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ചെയ്യുന്ന കാര്യം ഏറ്റവും ഭംഗിയായി, ഹാപ്പിയായി, ജോയ്ഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുക, നമ്മുടെ തോട്ട്സ് ശരിയായ വിധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റും. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് അത് ഷെയർ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും ഒന്ന് വരാം. ഇനി നമുക്ക് നമ്മുടെ ആദ്യത്തെ കഥയല്ല, ജീവിതത്തിലേക്ക് വരാം. എന്തായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം കേട്ടിട്ടുള്ളവര്? എനിവൺ? നമ്മൾ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ഒരേ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന രണ്ടുപേരുടെ കാര്യം പറഞ്ഞു. ഒരാള് എക്സ്ട്രീമായിട്ട് എവിടെ എത്തി, അടുത്ത ആൾ എവിടെ എത്തി എന്നുള്ള കാര്യം നമ്മൾ. അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? എവിടെയായിരിക്കും ആ തുടക്കം? ആർക്കും പറയാം കേട്ടോ, ഇവിടെ തെറ്റും ശരിയുമൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നി എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വന്നത് അത് പറഞ്ഞു. നമ്മുടെ മനസ്സിലുണ്ടായ ചിന്തകൾ തന്നെ. യെസ്. ആദ്യത്തെ മൂത്ത ആൾക്ക് എന്തായിരിക്കും ടീച്ചറെ തോന്നിയിട്ടുള്ളത്? താങ്ക് യു ടീച്ചറെ, റെസ്പോണ്ട് ചെയ്തതിന്. മൂത്തയാൾക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. സങ്കടം, കടന്നുപോയ അവസ്ഥകളെ കുറിച്ചുള്ള സങ്കടം. യെസ്, അതാണ്, ആ ചിന്തയായിരുന്നു.
എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെ ഒരാളായി. രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് ആ, ഇങ്ങനെ പോയാൽ എന്റെ ജീവിതം സങ്കടത്തിലേ അവസാനിക്കും. അതുകൊണ്ട് സങ്കടം ഇല്ലാത്തൊരു ജീവിതത്തിനെ അവൻ സ്വപ്നം കണ്ടു. യെസ്, ചിന്ത. ഞാൻ ഒരിക്കലും എന്റെ അച്ഛനെ പോലെ ആകില്ല, ഞാൻ ആ അതെ. ഒരു പേഴ്സൺ ആവില്ല, ഞാന് എല്ലാവരെയും കെയർ ചെയ്യുന്ന, എല്ലാവരോടും വളരെ ദയാപൂർവം പെരുമാറുന്ന ആ ഒരു എക്സ്പീരിയൻസ്. കാരണം കിട്ടിയത് നേരെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ കൂടിയും പകർന്നു കൊടുക്കാൻ ശ്രമിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ആ ചിന്തയാണ് അദ്ദേഹത്തിനെ ഒരു ഡോക്ടറാക്കി മാറ്റി. ആ ചിന്തയിൽ നിന്ന് ആ ഹാപ്പി എന്നുള്ള ഇമോഷൻ എടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അതിനനുസരിച്ചുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത്, അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുത്ത്, ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത്, ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് ആ ഡെസ്റ്റിനിക്ക് എത്തിച്ചേർന്നു. ആദ്യത്തെ ആള് ചെയ്തതും അത് തന്നെയാണ്. പക്ഷെ അത് ഒരു നെഗറ്റീവ് വേയിലായി പോയി. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സംഭവിച്ചത്? ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ പറയാം. എല്ലാവരും വീഡിയോ ഒക്കെ ഓഫാക്കി ഇരിക്കാൻ ആരെങ്കിലും ഒക്കെ വരൂ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു? മതിയായ, കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഇത് ചെയ്യാനുള്ള ഒരു പ്രചോദനം, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചേർക്കണമെങ്കിൽ അതൊക്കെ ഞങ്ങൾക്ക് ചേർത്ത് തരാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. ഗുഡ് ഈവനിങ് മാഡം.